റബ്ബിൻ്റെതായ ഒരു കാലമാണ്. റബ്ബ് കാലത്തെ സൃഷ്ടിക്കുന്നവൻ റബ്ബാണ്. വർഷം പടച്ച തമ്പുരാൻ സൃഷ്ടിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ വർഷം അനുഭവിക്കുന്നവർക്ക് പറയാൻ പറ്റുമോ എന്നും വർഷമാകട്ടെ? 3 മാസം വർഷമായാൽ അല്ലെങ്കിൽ 6 മാസം വർഷമായാൽ 6 മാസം വേനലാവും. എന്തുകൊണ്ട്? വർഷത്തിന്റെ മസ്ലഹത്തിന് വേനൽ ആവശ്യമാണ്, വേനലിന്റെ ആ മസ്ലഹത്തിന് വർഷം ആവശ്യമാണ്. ഇത് നമ്മൾ ചിന്തിക്കണം. വർഷം അനുഭവിക്കുമ്പോൾ പറയാൻ പറ്റുമോ എന്നും വർഷാകട്ടെ? വേനൽ അനുഭവിക്കുമ്പോൾ പറയാൻ പറ്റുമോ എന്നും വേനലാകട്ടെ? മസ്ലഹത്ത് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ചില കാലത്ത് സമുദായത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും, അത് അക്കാലത്ത് മസ്ലഹത്താണ്. ചില കാലത്ത് വലിയ കോട്ടുണ്ടാവും, അത് അക്കാലത്ത് മസ്ലഹത്താണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മസ്ലഹത്ത് അറിയുന്നവൻ ആരാണ്? പറയും മനുഷ്യന്മാരെ, അല്ലാഹുവാണ്. ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന പല വർത്തമാനങ്ങളും ഏതുപോലെയാണെന്ന് വെച്ചാൽ, കന്നിമാസം തുലാമാസം കഴിഞ്ഞാലും ഇവിടെ വെള്ളപ്പൊക്കണ്ടാട്ടെ എന്ന് പറയും പോലെയാണ്. അതിനെന്ത് മാനയുള്ളത്? വെള്ളം വരുന്നതിനൊരു കാലല്ലേ മനുഷ്യന്മാർ? സുഖത്തിനൊരു കാലുണ്ട്, ദുഃഖത്തിനൊരു കാലുണ്ട്. സുഖം സുഖത്തിന്റെ കാലത്തെ മസ്ലഹത്താവും, ദുഃഖം ദുഃഖത്തിന്റെ കാലത്തെ മസ്ലഹത്താവും. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മസ്ലഹത്ത് അറിയുന്നവൻ ആരാണ്? അല്ലാഹു മാത്രം, വേറെ അറിയില്ല. എന്താ മസ്ലഹത്ത്? അത് അല്ലാഹുവേ അറിയുള്ളൂ. നമ്മൾ അല്ലാമുൽ ഗുയൂബ് അവനാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു. ലാ യഅലമുഹാ ഇല്ലാഹു. മാവ ഇല്ലയാണ്. മാവ ഇല്ലാന്റെ മാന പുസ്തകമാക്കിയെങ്കിലും അറിയാലോ. ബഹുമാനപ്പെട്ട സൂറത്തുൽ അൻആം 59-ാമത്തെ ആയത്ത്. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين وعنده مفاتيح الغيب. രഹസ്യജ്ഞാനത്തിന്റെ താക്കോൽ കൂട്ടങ്ങൾ പോലും അല്ലാഹുവിന്റെ കയ്യിലാണ്. മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു. ആ താക്കോൽ പോലും അല്ലാഹു ഇല്ലാത്തൊരാൾക്ക് അറിയില്ല. ഗൈബിലേക്കല്ല ലമീർ, മഫാത്തിഹിലേക്കാണ്. ഗൈബിലേക്കാണെങ്കിൽ ലാ യഅലമുഹു എന്ന് പറയുന്നുണ്ട്. ലാ യഅലമുഹാ ഇല്ലാഹു. അപ്പോൾ ഗൈബിനെ പൂട്ടിവെച്ച താക്കോൽ പോലും അല്ലാഹുവേ അറിയുള്ളൂ. അതെവിടെ വെച്ച്? അല്ലാഹുവേ അറിയുള്ളൂ. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر. കരയിൽ എന്ത് നടന്നാലും അവൻ അറിയും, കരയിൽ എന്ത് നടന്നാലും അവൻ അറിയും, കടലിൽ എന്ത് നടന്നാലും അവൻ അറിയും. അപ്പൊ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അല്ലാഹു അറിയും. അല്ലാഹു അറിയാത്ത ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അല്ലാഹു എല്ലാം നമുക്ക് ഖൈറിനാക്കി തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഖൈറിനാക്കി തരട്ടെ, അല്ലാഹു ഖൈറിനാക്കി തരട്ടെ. നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹുവിൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബിബി കൈ പിടിച്ചു കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്ത കുഞ്ഞുമോന് നിങ്ങൾക്കറിയോ? ഇഞ്ചിഞ്ചായി കൊന്നിട്ട് മുഅ്തത്തിൽ കൊലപ്പെടുത്തി ബൈസഞ്ചൻ ചക്രവർത്തിമാരും. ആ ഒരു കുഞ്ഞുമോന്റെ പേര് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഒരു സ്വഹാബിയുടെ പേര് മാത്രമേ പരിശുദ്ധ ഖുർആനിലുള്ളൂ. അത് സെയ്ദാണ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ, സയ്യിദ്നാ സെയ്ദ്. സിദ്ദീഖുൽ അക്ബറിന്റെ പോലും സൂചനാനാമം മാത്രമാണ്. ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ മഹാൻ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ മഹാനാണ് സിദ്ദീഖുൽ അക്ബർ. അവരുടെ പോലും സൂചനാനാമം മാത്രമാണ് ഖുർആനിലുള്ളത്. എന്നാൽ സുരിയഹൻ സുരിയഹൻ വ്യക്തമായി പറഞ്ഞ ഒരു സ്വഹാബി സയ്യിദ്നാ സെയ്ദാണ്. എന്നിട്ട് എന്തുണ്ടായത്? വല്ല സുഖം ഉണ്ടായോ? ഇഞ്ചിഞ്ചായി കൊന്നിട്ട് മൂത്തത്തിൽ മറവി ചെയ്തു സയ്യിദ്നാ സെയ്ദ്. നിങ്ങൾ ചിന്തിക്കണം, സെയ്ദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഞങ്ങൾ വിചാരിച്ചു സെയ്ദിന്റെ കുഞ്ഞുമോനാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സ്വന്തം മകൻ ഇബ്നു ഉമർ ആക്ഷേപം പറയാണ്, ഉപ്പ നിങ്ങൾക്ക് ഇന്ന ഇഷ്ടമില്ല, നിങ്ങൾക്ക് ആ ഉസാമയെയാണ് ഇഷ്ടം. ഉസാമയെ നിങ്ങൾ കളിപ്പിക്കുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഇന്നെ കളിപ്പിക്കണില്ല, നിങ്ങൾ ഉസാമയെ കളിപ്പിക്കുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ഉപ്പ നിങ്ങൾക്ക് ഇന്ന ഇഷ്ടമില്ലല്ലോ എന്ന്. അപ്പോൾ ഫഖാല ഉമർ ബിൻ ഖത്താബ് പറയാണ്, ഇജിന്നോട് ദേഷ്യപ്പെട്ട എനിക്കൊരു വിരോധമില്ല, ഞാൻ ഇനിയും ഉസാമയെ കളിപ്പിക്കും.
ഉസാമയെ കളിപ്പിക്കുമ്പോൾ ഞാൻ എന്നെ കളിപ്പിക്കൂലടാ. ഉസാമ എന്ന് പറഞ്ഞാൽ ആരാന്ന് വിചാരിച്ചത്? അത് സെയ്ദിന്റെ മോനാണ്. സെയ്ദ് റസൂലുള്ളാഹിന്റെ വളർത്തുമോനാണ്. അള്ളാന്റെ ഹബീബിന്റെ വളർത്തുമോന്റെ മോനെ ഞാൻ കളിപ്പിക്കും, അത്ര ഞാൻ എന്നെ കളിപ്പിക്കൂല. അപ്പൊ സെയ്ദിന്റെ സ്ഥാനം എന്തായിരിക്കും? റളിയല്ലാഹു അൻഹു. നമ്മൾ ചിന്തിക്കുക, സെയ്ദ് റളിയന്റെ സ്ഥാനം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ ഒരു സഹാബിയുടെ പേരേ ഉള്ളൂ. അമ്പിയാക്കന്മാർ പോലും 25 നബിമാരുടെ പേരേ ഖുർആനിലുള്ളൂ. ആ സ്ഥലത്ത് ഒരു സ്വഹാബിയുടെ പേരുണ്ട്, സയ്യിദുനാ സെയ്ദ് റളിയല്ലാഹു. എന്നിട്ട് എന്താ, എങ്ങനെ മരിച്ച്, എങ്ങനെ ജീവിച്ച്, എങ്ങനെ മരിച്ച്? 8 വയസ്സാവുമ്പോൾ അടിമക്കുട്ടിയാ. അതും കച്ചവടക്കാരനായ മുതലാളിയാണ് ഹാരിസ. മുതലാളിയായ ഹാരിസയുടെ മകനായിട്ട് കൊള്ളക്കാർ പിടിച്ച് സൻബായിലെ അടിമച്ചന്തയിൽ വിറ്റിട്ട് അവിടുന്ന് ഹക്കീം ബിൻ ഹിസാം മക്കത്തേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഖദീജ ബീവി ഏറ്റെടുത്തിട്ട് പിന്നെ റസൂലുള്ളാഹിന്റെ വളർത്തുമോനാവുക. റളിയല്ലാഹു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി ഒരു വാക്ക്, ഒരു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് കേറി വന്നാണ്ട് പോയാൽ ഉടൻ റസൂലുള്ളാഹി വിളിക്കുക യാ സെയ്ദ് എന്നാണ്. അതായത് സയ്യിദുനാ ജിബ്രീൽ ഒരായത്ത് കൊടുത്തിട്ട് പോയാൽ ഉടൻ റസൂലുള്ളാഹി വിളിക്കുക യാ സെയ്ദ് എന്നാണ്. ദാറുൽ അർഖമിൽ ഏറ്റവും പേര് കേട്ട വിളിച്ചത് യാ സെയ്ദ്. ഓരോ നേരത്തെ റസൂലുള്ളാഹി യാ സെയ്ദ്, യാ സെയ്ദ്, സെയ്ദിനെ വിളിക്കുക. എങ്ങനെ ജീവിച്ച്, എങ്ങനെ മരിച്ച്? അവരോടൊന്നും ഇല്ലാത്തൊരു തൃപ്തി അല്ലാഹു തആല നമുക്കോട് ഉണ്ടാവുമോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെന്താ ചിന്തിക്കാത്തത്? പിന്നെ റസൂലുള്ളാഹിന്റെ വളർത്തുമോനും അനുജനുമാണ് ആര്? 8 വയസ്സായ സമയത്ത് അബൂ ത്വാലിബിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. അബൂ ത്വാലിബ് ദരിദ്രനായിരുന്നു. ആ സമയത്ത് ഒരു കുട്ടിയെ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ അബ്ബാസ് റളിയല്ലാഹു അൻഹു ജഅഫറിനെ ഏറ്റെടുത്തു. താലിബ് വലിയ കുട്ടിയായതുകൊണ്ട് മുന്നോട്ട് പോയി. അഖീലിനെ എൻ്റെ അടുത്തിരുത്തിക്കോട്ടെ എന്ന് അബൂ താലിബ് പറഞ്ഞപ്പോൾ അഖീലിനെ വീട്ടിലിരുത്തി കൊടുത്തു. എല്ലാവർക്കും 2 നേരം റൊട്ടി കൊടുക്കാൻ മാത്രമുള്ള കഴിവ് അബൂ താലിബിനില്ല. കാന മിസ്കീനൻ, വളരെ മിസ്കീനായിരുന്നു അബൂ താലിബ്. അപ്പോൾ പിന്നെ അലി എന്ന കുട്ടിയെ 8ാമത്തെ വയസ്സിൽ മുസ്തഫ നബി ഏറ്റെടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്, ആ കുഞ്ഞുമോനെ കൊണ്ടുവന്ന് ഖദീജ ബിയുടെ മടിയിൽ വെച്ചു കൊടുത്തു. ചിന്തിക്ക്, അള്ളാന്റെ ഹബീബ് ഖദീജ ബിബിയെ കല്യാണം കഴിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞുമോൻ ജനിക്കുന്നത്. റളിയല്ലാഹു അൻഹു സയ്യിദുനാ അലി. ചിന്തിക്ക്, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. റസൂലുള്ളാഹി ഏറ്റെടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരെ കഥയബി പറയണത് ഒന്ന് സെയ്ദ്, ഒന്ന് അലി റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കണം, അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതയിൽ 300ഓളം ആയത്താണ് ഖുർആനിൽ ഇറങ്ങിയിട്ടുള്ളത്. 300ഓളം ആയത്തിന്റെ സബബുൻ നുസൂലാണ് സയ്യിദുനാ അലിയുൽ മുർത്തള. ആരാ അലിയുൽ മുർത്തള? ലാ യുഅദ്ദി അന്നി ഇല്ല അലി. എനിക്കൊരു കടം വന്നാൽ അലി അല്ലാതെ വീട്ടാൻ പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഇദാ വളിബ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജ്തരി അഹദുൻ അൻ യതഖറബ ഇലൈഹി ഇല്ല അലിയുൽ മുർത്തള ഫയജ്ലിസു ഇലൈഹി വയതകല്ലമു വയതബസ്സമു ലാഹിക. റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നാൽ ഒരാൾക്ക് അടുത്തിരിക്കാൻ ധൈര്യം വരൂല. ഇല്ല അലിയുൽ മുർത്തള ഫയജ്ലിസു ഇലൈഹി. അലിയാർ മെല്ലെ പോയി റസൂലുള്ളാഹിന്റെ അടുത്തിരിക്കും. ഫയതകല്ലമു, എന്നിട്ട് മെല്ലെ മെല്ലെ നബിയോട് വർത്താനം പറയും. ഫയതബസ്സമു ലാഹിക, അപ്പോൾ നബി ചിരിക്കാൻ തുടങ്ങും. അത് കണ്ട് മറ്റു സ്വഹാബികളും അടുത്ത് വന്നിരിക്കും. അത്രയും റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് സയ്യിദുനാ അലിയുൽ മുർത്തള. എങ്ങനെയാണ് ഈ മനുഷ്യൻ മരിച്ചത്? ഇപ്പോൾ ഹിജ്റ 40 റമദാൻ 17 അന്ന് കമഴ്ത്തി കിടത്തിയിട്ട് കഴുത്തറുത്ത് കൊന്നു സയ്യിദുനാ അലിയുൽ മുർത്തള റളിയല്ലാഹു. ഹിജ്റ 35 മുതൽ അധികാരം ഏറ്റെടുത്തു. 5 കൊല്ലം അലി ബിൻ അബീ ത്വാലിബ് ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കൊല്ലം ഭരണം, ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. മുഅ്മിനെ ചിന്തിക്കണം. പിന്നെ ഹബീബായ നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരാ? ഒന്ന് ഹസൻ, സയ്യിദുനാ ഹസൻ അൽ ജഅദത്തുൽ കന്ദിയ എന്ന പെണ്ണിനെ സ്വാധീനിച്ച് വിഷം കൊടുത്ത് കൊന്ന് യസീദ്. പിന്നെ ആരാ ഉള്ളത്? ഹുസൈനുൻ ഷഹീദ് ബി കർബല. എങ്ങനെ അവരെ ഉടലും തലയും വേറിയാക്കി. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞാൻ റസൂൽ തറഖ്തു ബാബൻ നബിയിൽ മുസ്തഫ, ഞാനൊരു ദിവസം റസൂലുള്ളാഹിന്റെ വാതിൽക്കൽ പോയി മുട്ടി. രാത്രി റസൂലുള്ള വാതിൽ തുറന്നു. വാതിൽക്കൽ തന്നെ നബി നിന്നു. ഞാൻ പുറത്തു നിന്നു. എന്നോട് നബി സംസാരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു പുതപ്പ് ഇങ്ങനെ കഴുത്തിൽ നിന്ന് ചിറ്റിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഭാഗത്ത് 2 സൈഡിലും റസൂൽ അങ്ങനെ തടിച്ചതുപോലെ എനിക്ക് തോന്നി.
ഈ രണ്ട് ഭാഗത്തും ഇങ്ങനെ തടിച്ചു വീർത്തതുപോലെ തോന്നി. അന്നും ഞാൻ നബിയെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഒരു സാധാരണ കോലത്തിലാണ്. അന്ന് രാത്രി വാതിൽ മുട്ടിയപ്പോൾ ഈ രണ്ട് സൈഡും ഇങ്ങനെ തടിച്ചു വീർത്തതുപോലെ തോന്നി. കഴുത്തിൽ ഒരു തണുപ്പിന്റെ പുതപ്പ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഞാൻ ചോദിച്ചു, നബിയെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു തടിപ്പ് പോലെ തോന്നുന്നുണ്ട്, ഇത് എന്താണ് ഈ രണ്ട് സൈഡിലും? അപ്പോൾ ആ പുറപ്പ് ഇങ്ങനെ ഒന്ന് നിവർത്തി കാണിച്ച് വലഭാഗത്ത് ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് പള്ളമ ചുറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു, ഇടഭാഗത്ത് ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ രണ്ടു കുട്ടികളെ എങ്ങനെ കൊന്നത്? ഒന്നിനെ വിഷം കൊടുത്തു കൊന്നു, ഒന്നിനെയോ അരിഞ്ഞും കൊന്നു. എന്താ നമ്മൾ ചിന്തിക്കാത്തത്? ഇവിടെ ആർക്കാണ് ഇവിടെ വെള്ളരിക്കപ്പെട്ടനായി ജീവിക്കാൻ വേണ്ടി ഒരു ലോകം അല്ലാഹു പടച്ചത്? 4 ഖുലഫാക്കളിൽ ഒറ്റ ഖലീഫയാണ് പായക്കിടന്ന സുഖത്തിൽ മരിച്ചത്, സയ്യിദുനാ സിദ്ദീഖ്. ആ സിദ്ദീഖിന്റെ ഷഹാദത്ത് നേരത്തെ സൗർ ഗുഹയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പാമ്പ് കടികേറ്റതാണ്. അപ്പോൾ അതും ഹുക്മൻ ഷഹീദാണ് സയ്യിദുനാ സിദ്ദീഖ്. ഫാറൂഖ് സ്വന്തം നാട്ടിൽ ഷഹീദാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വന്തം നാട്ടിൽ ഷഹീദാണ്. അലിയുൽ മുർത്തള സ്വന്തം വീട്ടുമുറ്റത്ത് ഷഹീദാണ്. അലിയുൽ മുർത്തള റളിയല്ലാഹു. എന്താണ് നമ്മൾ ചിന്തിക്കാത്തത്? ഇവിടെ അങ്ങനെ ഒരു സുഖമുള്ള ഒരു ദുനിയാവായിട്ട് അള്ളാഹു ഈ ദുനിയാവിനെ ആർക്കാണ് ഇവിടെ പടച്ചു കൊടുത്തിട്ടുള്ളത്? അപ്പം നമ്മളിവിടെ വളരെ ചിന്തിക്കണം. നമ്മൾ വർഷകാലത്ത് വേനലുണ്ടാകാൻ ദ്വാർന്നിട്ട് കാര്യമില്ല, വേനൽക്കാലത്ത് വർഷം ഉണ്ടാകാൻ ദ്വാർന്നിട്ട് കാര്യമില്ല. മകരമാസത്തിൽ മഴ പെയ്യാതിരിക്കുകയാണ് നല്ലത്. മകരമാസത്തിൽ മഴ പെയ്താൽ കർഷകർ പറയും മകരം കെട്ട മലയാളം, അങ്ങനെ പറയും. മകരമാസത്തിൽ മഴ പെയ്യാതിരിക്കാൻ നല്ലത്. എല്ലാവരും തേമനത്ത് മഴ പെയ്യണമെന്ന് ദ്വാർക്കണ്ട. അള്ളാഹു മസ്ലഹത്ത് പോലെ ചെയ്യട്ടെ. നമുക്ക് ആവശ്യം പരലോകത്ത് അള്ളാഹിന്റെ സുഖവും ഈ ലോകത്ത് അള്ളാഹിന്റെ റിളുവാനുമാണ്. അത് അള്ളാഹു തുറന്നു തരട്ടെ. അതെങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് നമുക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയുള്ളൂ. അത് നമുക്കറിയില്ല. എങ്ങനെ ഇപ്പൊ അള്ളാഹിന്റെ റിളുവാൻ കിട്ടുകയാണ് അത് നമുക്കറിയില്ല. ചിന്തിക്കും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തുൻ ഇലാഹിയത്തുണ്ട്. ചിലപ്പോൾ ലക്ഷക്കണക്കായ ആളുകൾക്ക് തൗഹീദിനെ പറ്റി ചിന്തിക്കാൻ ചില കാരണങ്ങളുണ്ടോ? ആ കാരണം അള്ളാഹു തുറന്നു നോക്കും. നമുക്കത് പ്രയാസമായി തോന്നും. പക്ഷേ ലക്ഷക്കണക്കായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിപ്പം ചിന്തിക്കും. അപ്പൊ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ലക്ഷക്കണക്കായ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വാതിൽ തുറന്നു കിട്ടിയാൽ അതാണ് ഖൈർ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ചിന്തിക്കണം. അപ്പൊ നമ്മളെ പ്രയാസം അള്ളാഹ് എളുപ്പാക്കി തന്നാൽ മതിയല്ലോ. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. ഇപ്പം വളരെ കൊല്ലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ വേനൽക്കാലത്ത് ചൂടുള്ള കൊല്ലമാണ് ഇക്കൊല്ലെന്നാണ് ഇപ്പോൾ പത്രങ്ങളൊക്കെ എഴുതിയത്. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. നമുക്കത് കുറച്ച് തന്നാൽ മതിയല്ലോ. നമ്മുടെ അനുഭവത്തിൽ അത് കുറച്ച് തന്നു. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അങ്ങനെ മതിയല്ലോ. നമുക്ക് 11 മണിയാകുമ്പോഴത്തിന് പണി കയറാനും പിന്നെ ഒരു 3 മണി മുതൽ 6 മണി വരെ പണിയെടുക്കാനുള്ള ഒരു അവസരം അള്ളാഹു തുറന്നു തന്നാലും മതിയല്ലോ. നമുക്കൊരു 11 മണി മുതൽ 3 മണി വരെ പണിയെടുക്കാതിരിക്കാനുള്ള ഒരു അവസരം തുറന്നു തന്നാലും ചൂട് കൂടിയാൽ നമുക്ക് എന്താ നഷ്ടം? ചൂട് കുറയണം എന്ന് എന്തിനാ ദ്വാരക്കണം? ചൂട് ചിലപ്പോൾ കൂടുതലായിരിക്കുമല്ലോ. മസ്ലഹത്ത് അറിയുന്നവൻ അവനല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദ്വാരക്കുന്നതിൽ മോശമല്ല പറഞ്ഞത്. ദ്വാരുന്നത് അങ്ങനെ തന്നെ കാണണമെന്ന് വാശി പിടിക്കരുത്. എന്നിട്ടത് കണ്ടിട്ടില്ലെങ്കിൽ ഇലാഹിനെ കുറ്റം പറയരുത്. അല്ലാഹു തആല കാത്തി രക്ഷിക്കട്ടെ. ചിന്തിക്കണം. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ദുനിയാവ് ദുനിയാ അഖല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനൽ ദലീലി. ആരാണ് സുഖത്തിൽ മരിച്ചത്? ആദ്യത്തെ ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാനാണ് റളിയല്ലാഹു. ദാരിദ്ര്യം കൊണ്ട് എണീറ്റ് നിൽക്കാൻ പോലെ കഴിയാതെ ഫസാറ മിസ്ല ഖൗസി എന്നാണ് കിതാബിലുള്ളത്. ഒരു വില്ല് പോലെ വളഞ്ഞു അബൂ ഹനീഫ. വിശപ്പ് കാരണം ഫസാറ മിസ്ലൽ ഖൗസി. എണീറ്റിക്കാൻ വയ്യ. എണീക്കാൻ കഴിയാതെ ആയപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ അബൂ ഹനീഫ, ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ ഉമ്മു ഹനീഫ റളിയല്ലാഹു അൻഹ എണീറ്റിട്ട് വീട്ടിൽ നിന്ന് പോയി മകളെ വീട്ടിൽ കയറി. മകളോട് പറഞ്ഞു, മോളെ, എൻ്റെ ഉപ്പ മര്യാദക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, ദിവസങ്ങളായി പായൽ എണീക്കാനും കഴിയാതെ കിടക്കുകയാണ്, നിൽക്കാൻ പോലും വയ്യ വാപ്പ്. അപ്പോൾ മകൾ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി. ആ ഭക്ഷണം പൊതിഞ്ഞു കൊടുത്ത് കരിഞ്ഞുകൊണ്ട് ആ ഭക്ഷണം കൊണ്ട് അബൂ ഹനീഫന്റെ വീട്ടിൽ വന്നു ഭാര്യ റളിയല്ലാഹു അൻഹ. എണീപ്പിച്ചിരുത്തി ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഭക്ഷണം എവിടുന്ന കൊണ്ടെന്ന് ചോദിച്ചു.
അപ്പൊ പറഞ്ഞു ഭക്ഷണം ഒന്നും അന്യരെ വീട്ടിൽ നിന്നല്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ കഴിച്ചോളി, നിങ്ങൾക്ക് കഴിക്കാം. അപ്പൊ ചുന്നി ചോദിച്ചു എവിടുന്ന ഭക്ഷണം? അപ്പോൾ പറഞ്ഞേ നിങ്ങളുടെ ബൈത്തി പിനത്തിക്കാൻ നിങ്ങളെ മകളെ വീട്ടിൽ നിന്നാണ്. ഫഖാലലാക്കുലു, എന്നാ ഞാൻ തിന്നൂല. എന്തുകൊണ്ട്? എന്റെ മോളെ ഭർത്താവ് മൻസൂറിന്റെ ഹാദിമാണ്. മൻസൂർ മോശപ്പെട്ട ഭരണാധികാരിയാണ്. അവൻ ജനങ്ങളുടെ മേൽ അക്രമം നടത്തുന്ന ഭരണാധികാരിയാണ്. അവൻ സുൽത്താനും ജായിറാണ്. അവന്റെ ഭക്ഷണം കഴിക്കൽ എനിക്ക് ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ നുഅ്മാൻ. അതും തിന്നില്ല. ഞാൻ ചെലവിന് കൊടുക്കൽ ബാധ്യസ്ഥരായ പെണ്ണാണ് ഇജ് തിന്നാൻ പാടില്ല. എന്നാ ഞാൻ നാട്ടുകാർക്ക് കൊടുത്തോടെ ചോദിച്ചു. നാട്ടുകാർക്ക് കൊടുക്കാം, പക്ഷെ പറയണം ശുഭഹത്തിന്റെ മുതലായത് കാരണം അബൂ ഹനീഫ തിന്നാൻ മടിച്ച ഭക്ഷണമാണ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. വീട്ടുമുറ്റത്തേക്ക് വഴിയിലേക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ ആ ഉമ്മ ഈ ഭക്ഷണം പിടിച്ചു നിന്ന്, വൈബോക്കര് ഭക്ഷണം വേണോ വൈബോക്കരെ, ഭക്ഷണത്തിന് വേണ്ടി വന്നാൽ പറയും ശുഭഹത്തായ കാരണത്താൽ അബൂ ഹനീഫ തിന്നാൻ മടിച്ച ഭക്ഷണമാണ്. ആരും വാങ്ങിയില്ല. അങ്ങനത്തെ ദുനിയാവായിട്ട് പിന്നെ ഇപ്പൊ നമ്മക്ക് മാത്രം അങ്ങനെ സുഖിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ അതെന്ത് ദീനാണ് കൂട്ടരെ? അതെങ്ങനെ ഉണ്ടാവുക? ദുഃഖിക്കൽ വാജിബാക്കണ്ട, പക്ഷേ വിഷമുണ്ടാകൽ സ്വാഭാവികല്ലേ. ഒരു ജനതയുടെ മേൽ അള്ളാഹു കോപിച്ചാൽ അക്രമിയെ പിടിച്ച് ഭരണാധികാരിയാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ പ്രശ്നം എവിടെയാ? പ്രശ്നം പിന്നെയും കിടക്കണത് എവിടെയാ? പ്രശ്നം നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിലാണ് പ്രശ്നം കിടക്കുന്നത്. ഒരു ജനത്തിന്റെ മേൽ അള്ളാഹ്ക്ക് വളവ് വന്നാൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ പ്രശ്നം ഇപ്പൊ എവിടെയാ? അക്രമിയെ പിടിച്ച് അള്ളാഹു അവരെ മേൽ ഭരണാധികാരിയാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇവിടെ പ്രശ്നം എവിടെയാ? പ്രശ്നം അള്ളാഹു നമ്മളുടെ ബന്ധത്തിലെ പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ പ്രശ്നം? നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട വിധത്തിൽ മടങ്ങുന്നില്ല. അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ട വിധത്തിൽ ശുക്ർ ചെയ്യാൻ തയ്യാറല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ വളരെ ചിന്തിക്കണം. എല്ലാം ഒരു തരം കളിയായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തേക്ക് ഇട്ടിട്ട് അവസാനം ഗത്യന്തരമില്ലാതെ പോകേണ്ടി വന്നു മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആ റസൂലുള്ളാഹിന്റെ പിന്നാലെ കൂടി ശത്രുക്കൾ ആ തലക്ക് 100 ഒട്ടകം ഇനാം വിളിച്ചു ഖുറൈശികൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക ഹിമത്ത് കാരണം സൗർ ഗുഹയിൽ കയറി ഒളിച്ചു മുഹമ്മദ് മുസ്തഫ. സൗർ ഗുഹയുടെ വാതിൽക്കൽ ശത്രുക്കൾ വരികയും ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലന്തിയുടെ വല കൊണ്ട് മുത്തുനബിയെ രക്ഷപ്പെടുത്തി. എന്താ ഈ ചിലന്തിയുടെ വല? ഇന്ന അഹ്വനൽ ബുയൂതില ബൈത്തുൽ അൻകബൂത്ത്. ലോകത്തെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ലോകത്തെ ഏറ്റവും ദുർബലമായ സാധനം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മഹാനെ അല്ലാഹു രക്ഷപ്പെടുത്തി മുഹമ്മദ് മുസ്തഫ. ഇവിടെ 2 കാര്യം പാടുണ്ട്. എന്തേ ഇപ്പൊ അല്ലാഹു തആലക്ക് ശത്രുക്കൾ ആ ഭാഗത്ത് എത്തിക്കാതിരുന്നൂടായിരുന്നോ? അല്ല, അല്ലാഹു തആലക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു. ശത്രുക്കൾ ആ ഭാഗത്തേക്ക് സൗർ ഗുഹയുടെ ഭാഗത്തേക്ക് ശത്രുക്കൾ പോകാതെ വഴി തിരിച്ചുവിടാൻ അല്ലാഹു കഴിയുമല്ലോ. എന്തിനാ ശത്രുക്കൾ അവിടെ എത്തിയത്? എന്നിട്ട് എന്തേ നബിയെ കാണാതിരുന്നത്? അതെന്താ കാരണം? ഇത് ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങൾക്ക് പാഠമാക്കാൻ വേണ്ടിയുള്ള ഒരു പാഠാണ്. അല്ലാതെ അതല്ല ഇതിന്റെ സംഗതി. അതാണ് ഇതിന്റെ കാര്യം, അതാണ് ഇതിന്റെ അടിസ്ഥാനം. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ചിലന്തിയുടെ വല കൊണ്ടും രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഉറക്കപ്പറ, അള്ളാഹു രക്ഷപ്പെടുത്തി തരാം. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തി. ചിലന്തിയുടെ വലയോ അഹ്വനുൽ ബുയൂത്ത്, ഏറ്റവും ദുർബലം. ചിന്തിക്ക്, ഏറ്റവും ദുർബലമായ ചിലന്തിയുടെ വല കൊണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതാണല്ലോ ദീന്. സിദ്ഖാണ് മുഹമ്മദ് മുസ്തഫ. ആ സിദ്ഖ് കൊണ്ട് വസഫ് സിദ്ധിച്ച ആളാണ് സിദ്ദീഖ്. എന്താണ് ദീൻ എന്നാൽ ഹയാത്ത് മുഹമ്മദ്. എന്താ ഈ ദീന്? ദീൻ എന്നാൽ ഹയാത്ത് മുഹമ്മദ്. മുത്തുനബിയുടെ ജീവിതത്തിന് ദീൻ എന്ന് പറയാം. മുത്ത് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ദീന്. അതുകൊണ്ടാണ് ഇവിടെ ഏത് വഹാബിയും എന്ത് ചെയ്തത്? ഹബീബിന്റെ ജീവിതത്തിന്മേൽ കൈവക്കുകയും വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്നത്. അത് ദീന് വെട്ടിച്ചുരുക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മളും ബിദ്അത്തിന്റെ കക്ഷികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർ ഹബീബിന്റെ ജീവിതത്തെ വെട്ടിച്ചുരുക്കാണ്. എന്തിന്? ദീനിനെ വെട്ടിച്ചുരുക്കാൻ വേണ്ടി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
പിന്നെ ചിന്തിക്കണം. ദീൻ എന്താണ്? അത് ഹയാത്ത് മുഹമ്മദാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രാത്രി ഒരു സമയത്ത് ഒരു പകൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയി സൗർ ഗുഹയിൽ അടച്ചു. അന്ന് ദീൻ മൊത്തം സൗർ ഗുഹയിൽ അകപ്പെട്ടു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചലന്തിയെ കൊണ്ട് വില കിട്ടിച്ചു. എന്താ ചലന്തി? എന്നാ അവർക്കൊന്ന് തോന്നിയോ ഒന്നാൾ നോക്കട്ടെ. ഒരുത്തൻ്റെ മൂക്ക് മുട്ടിയാലും ചലന്തി വല പൊളിയില്ലേ? ഒരുത്തനൊന്ന് ഇങ്ങനെ ആഞ്ഞൊന്നാ നോക്കിയപ്പോൾ മൂക്ക് മുട്ടിയാലും ചലന്തി വല പൊളിയില്ലേ മനുഷ്യന്മാര്? പക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയില്ല. എന്തുകൊണ്ട്? ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെയും അള്ളാഹ് വിചാരിച്ചാൽ സംരക്ഷിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല നമ്മളെ വിചാരിച്ചാല് ചലന്തി വലയെ കൊണ്ട് സംരക്ഷിക്കും. ചലന്തി വലയെ കൊണ്ട് സംരക്ഷിക്കും. അതേ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ 1000-ഓളം ആളുകൾ ഉണ്ടായിട്ടും നെറ്റിക്ക് വെട്ട് കിട്ടിയിട്ട് ഉഹദ് യുദ്ധത്തിൽ വീണു മുഹമ്മദ് മുസ്തഫ. ബോധം കെട്ട് വീണു മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ മുമ്പല്ല് പൊട്ടി മുത്ത് മുഹമ്മദ് മുസ്തഫ. ആകാശഭൂമികൾക്കിടയിലെ ഏറ്റവും വലിയ ഭയാനകമായ കാര്യം ഹബീബിന്റെ ചോര ഭൂമിയിൽ വീഴലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാളും വലിയ ഒന്നും ഈ ലോകത്തില്ല, മുഅ്മിനില്ല. മുഅ്മിന് ഏറ്റവും വലിയ പ്രയാസം ഹബീബിന്റെ ചോര വീഴലാണ്, മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുണ്ടായി. ബോധം കെട്ട് വീണു മുഹമ്മദ് മുസ്തഫ. മടങ്ങിപ്പോയ ശത്രു മറ്റേ ഭാഗത്തുകൂടെ തിരിച്ചു വന്ന് ആക്രമിച്ചു മുത്തുനബിയെ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ബോധം കെട്ട് വീണ് എത്ര വട്ടം? ഉഹദിന്റെ പാറയിലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ പാറയിൽ ഇങ്ങനെ എണീറ്റിട്ട് പിടിച്ചു നിന്ന സ്ഥലം ഇന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ പാറയിൽ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈകുത്തി നിന്ന ആ സ്ഥലം മുത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കേ, മുമ്പല്ല് പൊട്ടി, വെട്ട് നെറ്റിത്തടത്തിൽ തട്ടി, ചോര വാർന്നൊഴുകി, ഈത്തപ്പന മട്ടൽ കരിച്ചിട്ട് അതിന്റെ ചാരം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മുസ്തഫ റസൂൽ അലി ഇബ്നു അബി ത്വാലിബ് ഓടി വന്ന് വെള്ളം ഒഴിച്ച് കരിഞ്ഞ ഈത്തപ്പന മട്ടല കരിച്ചിട്ട് അതിന്റെ ചാരം ഇവിടെ തേച്ച് കെട്ടി. ഉമ്മു ഹറാമ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഭാഗത്ത്, ഫാത്തിമ ബീവി ഒരു ഭാഗത്ത് ശുശ്രൂഷിച്ചു. യുദ്ധക്കളത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ ബോധം കെട്ട് കിടക്കുന്ന സ്വന്തം മകനെ ഉമ്മു ഹറാമ ബീവി റളിയല്ലാഹു അൻഹ ബോധം കെട്ട് കിടക്കുന്ന ചെറുപ്പക്കാരനെ ഈത്തപ്പനയുടെ മട്ടലെടുത്ത് അടിച്ച്, ബോധം കെട്ട് കിടക്കുന്ന സ്വഹാബി ചെറുപ്പക്കാരനെ അടിച്ച്, ബോധം കെട്ട് കിടക്കുന്ന അടിച്ച്, അടി കിട്ടിയിട്ട് ബോധം കെട്ട് കിടക്കുന്നവൻ എണീറ്റ് തല കുടഞ്ഞ് എണീറ്റ് പോയി എന്താടാ നോക്കി നിൽക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കൾ വളഞ്ഞിട്ട് ഇവിടെ ബോധം കെട്ട് കിടക്കടാന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടാട്ടി. അല്ലാഹു അവരൊക്കെ ദറജയേറ്റി കൊടുക്കട്ടെ. ഇതൊക്കെ ഉണ്ടായില്ലേ? നിങ്ങൾ ചിന്തിക്കേ, ചിന്തിക്ക്. ഒരു ഭാഗത്ത് ചിലന്തിയുടെ വല കൊണ്ട് സംരക്ഷിച്ചു, ഒരു ഭാഗത്ത് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടും ഹബീബിന്റെ നെറ്റിത്തടത്തിൽ വെറ്റും കിട്ടി. എന്തുകൊണ്ട്? ഹബീബിന്റെ മുമ്പല്ല് പൊട്ടു. എന്റെ കൂട്ടത്തിൽ ഒരു സംഘം ആളുകളുണ്ട്, അവർ പറഞ്ഞാൽ കേട്ടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെ എന്താ ഉത്തരം? പറഞ്ഞാൽ കേട്ടാൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ, പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പരാജയം ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. ഇന്നിപ്പോ തോന്നിയതുപോലെ പറയാണ് ഓരോരുത്തരും, പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറില്ല. ആലിമീങ്ങൾ പറഞ്ഞാൽ അനുസരിക്കൂല. അല്ലാഹുമ്മ ലാ യുദ്രികുനി സമാനുൻ ലാ യുത്ബഉ ഫീഹിൽ അലീം എന്ന് മുഹമ്മദ് മുസ്തഫ ഒരു ദുആ നടത്തിയിട്ടുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ലാ യുദ്രികുനി സമാൻ, പടച്ചോനെ എനിക്കൊരു കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ലാ യുദ്രികുനി സമാൻ, ഒരു കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ. ലാ യുത്ബഉ ഫീഹിൽ അലീം വലാ യുസ്തഹ്യാ ഫീഹി മിനൽ ഹലീം, ഒരു മാന്യൻ കാണുമോ എന്ന് അക്കാലത്ത് ലജ്ജിക്കപ്പെടുകയുമില്ല, ഒരു ആലിമ പറഞ്ഞാൽ അക്കാലത്ത് പിന്തുടരപ്പെടുകയുമില്ല. അക്കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ആലിം പറഞ്ഞാൽ സ്വീകരിക്കൂല. അല്ലാഹുമ്മ ലാ യുദ്രികുനി സമാൻ ലാ യുത്ബഉ ഫീഹിൽ അലീം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് പ്രശ്നം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സന്മാരുണ്ട്. ഞാൻ ഒരു വിഷമത്തിൽ നിന്ന് പ്രസംഗിച്ചതാണ്. പിന്നെ പറയൽ റഹ്മാൻ ഖാനോടുള്ളൊരു കടപ്പാട് കൊണ്ട് പറഞ്ഞു പോയതും നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നത് കൊണ്ട് പറഞ്ഞു പോയതുമാണ്. നീട്ടി സംസാരിക്കുന്നില്ല. വേറെ സ്ഥലന്മാരുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തമാക്കിയിരിക്കണം. ഇവിടെ എന്താണെങ്കിലും അള്ളാഹു നമുക്ക് ലഘൂകരിച്ച് തരട്ടെ. അള്ളാഹു എല്ലാം നമുക്ക് ലഘൂകരിച്ച് തരട്ടെ. ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ പൊരുത്തം തന്നെയാണ്. അതിനെന്ത് വേണം? മുഖാമികളായ സാലിഹ്യങ്ങൾ പിടിച്ചു നിന്നതുപോലെ നമ്മൾ പിടിച്ചു നിൽക്കാൻ തയ്യാറാകണം. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പിടിച്ചിരിക്കണം. എന്തുമേൽ പിടിച്ചിരിക്കണം? ദീനും മേൽ പിടിച്ചിരിക്കണം. ബഹുമാനപ്പെട്ട ശരീഅത്തുൽ ഇസ്ലാമിന്റെ മേൽ പിടിച്ചു നിൽക്കണം.
فلما أحس عيسى منهم الكفر قال من أنصاري إلى الله قال الحواريون نحن أنصار الله آمنا بالله واشهد بأننا مسلمون. ഞങ്ങൾ മുസ്ലിമീങ്ങളാകാൻ തയ്യാറാണ്, ഞങ്ങൾ നിയമം പാലിക്കാൻ തയ്യാറാണ്. അതാണ് മുസ്ലിം ആകുക, നിയമം പാലിക്കാൻ തയ്യാറാണ്. ഫലമ്മാ അഹസ്സ ഈസ മിൻഹുമുൽ കുഫ്റ, ഇസ്രായേലികളിൽ നിന്ന് കുഫ്ർ വ്യക്തമായി കണ്ടു സയ്യിദ്നാ ഈസ, ബോധ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞു ഖാല മൻ അൻസാരി ഇലല്ലാഹ്, ആരാണ് എന്നെ സഹായിക്കുക? ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹി ആമന്നാ ബില്ലാഹി വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ. ആമന്നാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലാഹു തആലാവിന്റെ വിധിയിലും അവന്റെ ഈമാനിലും ഞങ്ങൾ ഒതുങ്ങും. പിന്നെ വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു നിയമം തെറ്റിക്കൂല. അതിനാണ് ഇസ്ലാം എന്ന് പറയുക. ഈമാൻ ഉള്ളിക്ക്, ഇസ്ലാം പുറത്തേക്ക്. വളരെ ചിന്തിക്കണം. അപ്പോൾ വളരെ ചിന്തിക്കണം. ശത്രുക്കൾ വളഞ്ഞ നാട്ടിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഈസ. ഉറക്കെ പറ സയ്യിദ്നാ ഈസ. ശത്രുക്കൾക്ക് വളരെ മെജോറിറ്റി ഉള്ള കാലത്താണ് സയ്യിദ്നാ ഈസ അലൈഹിസ്സലാം. എന്നിട്ട് ചോദിച്ചു, 12 ശിഷ്യന്മാരോട് ചോദിച്ചു, എന്ത് ഈ ശത്രുക്കൾക്കെതിരെ എൻ്റെ ഒപ്പം നിൽക്കാൻ ആരാ ഉള്ളത്? അപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞേ? ഞങ്ങൾ അമ്പും ബില്ലും ഉണ്ടാക്കാം എന്നല്ല പറഞ്ഞത്, ആമന്നാ ബില്ലാഹി വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ. ഞങ്ങൾക്ക് ഈമാനും ഉണ്ടാവും, ഇസ്ലാം ഉണ്ടാവും. ഈമാൻ എന്ന കടുത്ത വിശ്വാസം. ഇസ്ലാം എന്നാൽ എല്ലാ നിയമവും ഞങ്ങൾ പാലിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിയമം പാലിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം ആവില്ല. സമ്പൂർണ്ണ ഇസ്ലാം ഉണ്ടാവണമെങ്കിൽ നിയമം പാലിക്കണം. അതാണ് ഇസ്ലാമിയത്ത്. ഈമാനിയത്ത് അള്ളാഹു നമ്മുടെ ബന്ധമാണ്. ഇസ്ലാമിയത്തോ അച്ചടക്കവും നിയമവും പാലിക്കലാണ്. ആലിമീങ്ങൾക്ക് ശരിയാത്തുൽ ഇസ്ലാമ പറയുക, ശരിയാത്തിന് നിയമം പാലിക്കണം. അതെല്ലാവർക്കും ഉത്തരവാദിത്തമാണ്. ആണ് നിൽക്കേണ്ടടുത്ത് ആണ് നിൽക്കണം, പെണ്ണ് നിൽക്കേണ്ടടുത്ത് പെണ്ണ് നിൽക്കണം. ഓരോരുത്തർക്കും അവരുടെ ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തങ്ങൾ അവരവരെ ഒതുങ്ങി നിൽക്കണം, ചിന്തിക്കണം. അങ്ങനെ അല്ലാതെ വന്നാൽ, ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കാൻ തയ്യാറില്ലാതെ വന്നാൽ അള്ളാഹിന്റെ ശിക്ഷ ഉണ്ടാവും. അള്ളാഹിന്റെ ശിക്ഷ എങ്ങനെ വരിക? പല നിലക്കും വരും. കാല മുസീബത്ത് വരും. ഭരണാധികാരി കോപിക്കും, മക്കൾ അനുസരണക്കേട് കാണിക്കും. അത് അള്ളാഹിന്റെ ശിക്ഷയാണ്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. മക്കൾ അനുസരണക്കേട് കാണിക്കുക. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന. ആഖിർ സമാനിൽ ദജ്ജാലിങ്ങൾ കദ്ദാബീങ്ങൾ ഉണ്ടാവും. യഅ്തൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും. പുതിയ വാദഗതികൾ അവർ കൊണ്ടുവരും. ദജ്ജാലിങ്ങൾ ഉണ്ടാവും. ഒരു ഹദീസ്, ഇനി ഒരു ഹദീസ് കേട്ടോളി. സയഅതി സമാനുൻ അലാ ഉമ്മത്തി ലാ യുബാലിൽ മർഉ മാ അഖല മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം. കൈ കിട്ടിയ മുതൽ ഹലാലാണോ ഹറാമാണോ നോക്കാതെ എൻ്റെ സമുദായം ഉപയോഗിക്കുന്നൊരു കാലം വരുമെന്ന് ഒരു ഹദീസ്. മക്കൾ ദജ്ജാലികളാകുമെന്ന് വേറെ ഹദീസ്. ഒന്നിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഒന്ന്. അതായത് നമ്മളെ മുതൽ ഹലാലോ ഹറാമോ നോക്കാൻ നമ്മൾ തയ്യാറാകാതെ വന്നാൽ നമ്മളെ കുട്ടികൾ തന്നെ ആരായി മാറും? ദജ്ജാലായി മാറും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഒന്നുമ്മൽ ഒന്നുണ്ടാവും. അത് ഉറപ്പ്. ഒന്നുമ്മൽ ഒന്നുണ്ടാവും, ഉറപ്പ്. ഞാൻ ഓസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മഖബറ പലവട്ടം സിയാറത്ത് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് 2 മക്കളെ മഖബറ ഉണ്ട്. ആ വലിയ മഹാന്മാരായ ഔലിയാക്കന്മാരാണ്. ഇപ്പുറത്ത് ഓസുൽ ആലമിന്റെ മക്കാം ആയതുകൊണ്ടാണ് അവരുടെ വലിപ്പം മനസ്സിലാകാത്തത്. എന്നൊക്കെ പറയുന്നത് മനസ്സിലാണില്ല. നിങ്ങൾ ചിന്തിക്കണം. ഓസുൽ ആലമിന്റെ മക്കളാണത്. അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ചോദ്യം, കന്നാൻ ഉണ്ടായില്ലേ? കന്നാൻ ഉണ്ടായിന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. കന്നാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയ മകനാ കന്നാന്. മൂത്ത മകൻ ഹാമ്, 2ാമത്തെ മകൻ സാമ്, 3ാമത്തെ മകൻ യാഫസ്, 4ാമത്തെ മകൻ കന്നാന്. കന്നാൻ ഉമ്മാന്റെ കോന്തലമ തൂങ്ങി നടക്കും. ഉമ്മ വേറെ തറവാട്ടുകാരിയാണ്. കന്നാൻ ഉമ്മാന്റെ കോന്തലം ഉമ്മാന്റെ വഴിക്കാണ് പോയത്. അതേ സമയത്ത് 4 കുട്ടികളിൽ 3 കുട്ടികളും വലിയ സ്വാലിഹ്യങ്ങളാണ്. അതിൽ സാമ് നബിയുമാണ്. ഹാമ് വലിയ മഹാനാണ്. സയ്യിദ്നാ ഹാം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഹാം അലൈഹിസ്സലാം, സയ്യിദ്നാ യാഫസ് റളിയല്ലാഹു അൻഹു. 3 മക്കളും വലിയ മഹാന്മാരായ മുഅ്മിനീങ്ങളാണ്. അവർ 3 ആളും കപ്പലിലുണ്ട്. ഉമ്മാന്റെ കോന്തല തൂങ്ങി നടന്നു ഒരുത്തൻ. അത് ഉമ്മ വഴിക്കായി. മനസ്സിലായില്ലേ? ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ബാപ്പാന്റെ വഴിക്കല്ല പോയത്, ഉമ്മാന്റെ വഴിക്ക. അപ്പോൾ അങ്ങനെ നാശമായി കന്നാൻ. സ്വാഭാവികം. ഉമ്മ വഴിക്ക പോയത്, ഉമ്മ നാശാണ്. ഒരു കന്നാൻ നോഹ് നബിന്റെ കുട്ടി അങ്ങനെ ആയില്ലേ? ആ ജാതി വർത്തമാനം പറയാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ബാപ്പയും മക്കളും പോറ്റി വളർത്തുന്ന മക്കൾ സാലിഹ്യങ്ങളാണ്. ഇല്ലെങ്കിലോ കൊടുക്കുന്ന മുതലിൽ മോശം ഉണ്ടാവും, തിന്നാൻ കൊടുക്കുന്നതിൽ മോശം ഉണ്ടാവും. അപ്പൊ അതിനൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും, അതിന്മേൽ നാശം ഉണ്ടാവും.
എല്ലാത്തിലും അങ്ങനെയായിരിക്കും. റുഫിഅത്തിൽ അസ്വാത്തു ഫിൽ മസാജിദ്, പള്ളികളിൽ കോലാഹലം ഉണ്ടാവും. ഈ മുതലിനല്ലേ പള്ളി ഉണ്ടാക്കുക, അവനെ കോലാഹലം സ്വാഭാവികം. അതൊക്കെ ആയിരിക്കും ആ പറഞ്ഞതിന്റെ മായന. എല്ലാത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഹക്കും ബാത്തിലും നോക്കാതെ മുതലുണ്ടാവും, ആ മുതലിന് പള്ളി ഉണ്ടാവും. റുഫിഅത്തിൽ അസ്വാത്തു ഫിൽ മസാജിദ്, ബാങ്ക് പോലെ പള്ളിയാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സൂക്ഷ്മത പുലർത്തിയ എന്തിനും സൂക്ഷ്മത ഉണ്ടാവും. അടിമയോട് ഒരിക്കലും ദ്രോഹം ചെയ്യാത്തവനാണ് ആര്? അല്ലാഹു. ഒരിക്കലും ചെയ്യൂല, ഒരിക്കലും ചെയ്യൂല, ഒരിക്കലും ചെയ്യൂല, ഒരിക്കലും ചെയ്യൂല. അങ്ങനെ വിചാരിക്കണ്ട. കന്നാനുണ്ടായില്ലേ? കന്നാനുണ്ടായിരുന്നോ? ഇപ്പുറത്തെ ഹാമില്ലേ, വലിയ മഹാനല്ലേ? ഹാമിന്റെ മക്കളല്ലേ സുഡാനികൾ മുഴുവനും, എത്യോപ്യക്കാർ മുഴുവനും? അവർ അസ്ലി മുഅ്മിനീങ്ങളല്ലേ? ഇപ്പുറത്തെ സാമല്ലേ, സാമ് നബിയല്ലേ? ഇന്ന് ഭൂമിയിലുള്ള അനവധി ഭാഷകൾ സാമിൽ നിന്നാണ്. ഭാഷകളുടെ പിതാവ് സാമാണ് അലൈഹിസ്സലാം. സാമിന്റെ പേരക്കുട്ടിയല്ലേ സയ്യിദുനാ ഇബ്രാഹിം? ആ വഴിക്ക് വന്ന പേരക്കുട്ടിയാ സയ്യിദുനാ ഇബ്രാഹിം. ചിന്തിക്ക്, അതൊക്കെ വലിയ ആളുകളല്ലേ? മോനബി മോശപ്പെട്ട മാനുണ്ടായില്ലേ? അത് പറഞ്ഞ് തടി തപ്പരുത്. നമ്മൾ നന്നാവും. ലാളിച്ച് വളർത്തിയിട്ട് കുട്ടികൾ നാശാക്കണമെങ്കിൽ ഹസനും ഹുസൈനും നാശാവും. അടിച്ചിട്ടില്ല, ചവിട്ടിയിട്ടില്ല, ചെവി പിടിച്ച് തിരുമ്പിയിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ എന്താ കാരണം? അത്രയും വലിയ ഒരു ബാപ്പയാണ്, ഒരു ഉമ്മയാണ്, ഒരു വല്യപ്പയാണ്. പിന്നെ നാശങ്ങൾ എങ്ങനെയാ? എങ്ങനെയാണോ ബാപ്പ വളർത്തിയത്, ഉമ്മ വളർത്തിയത്, അവരെ പതിവെങ്ങനെ? അതങ്ങനെയാവും. അടിച്ചിട്ടില്ല. മദീനയിലെ എല്ലാവരും ലാളിക്കും. ലാളിച്ച് നശിക്കുകയാണെങ്കിൽ ഹസൻ നശിക്കണം, റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു. ഹുസൈൻ നശിക്കണം. നശിച്ചോ? കാന ശബീഹൻ ബിൻ നബിയിൽ മുസ്തഫ മിനസ് സദ്രി ഫമാ അഅലാഹു ഫമാ ഫൗഖഹു ഹസൻ ഫമാ അസ്ഫലഹു ഹുസൈൻ. ഇവിടുന്ന് അങ്ങോട്ട് റസൂലുള്ളാഹിന്റെ സാദൃശ്യപ്പെട്ട ആളെ ഹസന്, ഇവിടുന്ന് അങ്ങോട്ട് സയ്യിദുനാ ഹുസൈന് റളിയല്ലാഹു അൻഹുമാ. ആരാ ഉമ്മ ഫാത്തിമ? ആരാ ബാപ്പ അലിയുനിൽ മുർത്തള? അവരെ കാര്യം ആ ഭാര്യയും ഭർത്താവിനെ നോക്കി 300 ആയത്തിറങ്ങി. ചിന്തിക്ക്, ആ ഭാര്യക്കും ഭർത്താവിനും വേണ്ടി 300 ആയത്താണ് ഖുർആനിൽ ഇറങ്ങിയത്. പരിശുദ്ധ ഖുർആനിൽ ഈ ഭാര്യക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും അലിയുനിൽ മുർത്തള, ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹുമാ, അവർക്ക് വേണ്ടി 300 ആയത്താണ് ഖുർആനിൽ ഇറങ്ങിയത്. അവരെ കുട്ടിയാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. ചിന്തിക്ക്. മറ്റൊരു കുട്ടിയാണ് മുഹസിൻ, ചെറുപ്പത്തിൽ മരിച്ചുപോയി. മറ്റൊരു കുട്ടിയാണ് കുൽസൂം. മറ്റൊരു കുട്ടിയാണ് സൈനബ്. സൈനബ് ചെറിയ കുട്ടിയാണ്. സൈനബ് ഫാത്തിമ ബീവി മരിക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞുകുട്ടിയാണ് സൈനബ് റളിയല്ലാഹു അൻഹാ. പറയേ പടച്ചോനെ, അങ്ങനത്തെ പെണ്ണുണ്ട് ദുനിയാവില്? സൈനബ് ബീവി, ഫാത്തിമ ബീവിന്റെ മകളായ സൈനബ് ബീവി എന്ന് പറഞ്ഞ ആരാന്ന് ഞങ്ങൾ വിചാരിച്ച? പടച്ചോനെ, അവരെ മാത്രം ഒരു കൊല്ലം പറഞ്ഞാൽ തീരൂല. ബാപ്പ വളർത്തിയിട്ടില്ല, അമ്മ വളർത്തിയില്ല. എന്തേ? ആരും തച്ചും ചവിട്ടിയും വളർത്തിയതല്ല. നല്ല തന്ത, നല്ല തള്ള, നല്ല വല്യാപ്പ, നല്ല വല്യമ്മ. നമ്മൾ വലിയതായ നമ്മളെ കുട്ടികൾ നന്നാവും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഉറക്കെ പറയും, അള്ളാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങൾ ചിന്തിക്ക്. മിസ്റിൽ ഞാൻ അള്ളാഹിന്റെ സഹായത്താൽ ഞാൻ മിസ്ർ പോയിട്ടുണ്ട്. മിസ്റിലെ ഏറ്റവും വലിയ മസാർ സൈനബ് ബീവിന്റെ മസാറാണ് റളിയല്ലാഹു അൻഹ. യാ അല്ലാഹ്, പടച്ചോനെ, അവിടെ പോയാൽ പോരാൻ തോന്നൂല. അല്ലാഹുവേ പടച്ചോനെ, എന്താണ് ആ മഖ്ബറാന്റെ അവസ്ഥ ഞങ്ങൾ വിചാരിച്ച്. ഓ സുബ്ഹാനല്ലാഹ്. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ കൈ പിടിച്ച് വളർത്തിയ, പൊക്കി പിടിച്ച് കൊണ്ടുവരുന്ന കുഞ്ഞിക്കുട്ടിയല്ലേ? ഫാത്തിമ ബീവിന്റെ കുഞ്ഞു മോളല്ലേ? ഞങ്ങൾ ആലോചിക്കുക, ആരെയും അടിച്ചും പിടിച്ചൊക്കെ വളർത്തിയതാണ്? അവരൊന്നും അല്ല. നല്ല വാപ്പ, നല്ലമ്മ, നല്ല വല്യാപ്പ, നല്ല വല്യമ്മ, അവരൊക്കെ നന്നായി. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അവ നമ്മൾ ചിന്തിക്കണം. നമ്മൾ നന്നാകാതെ നമ്മളെ കുട്ടികൾ നന്നാവൂല. നമ്മൾ നന്നാകാതെ നമ്മളെ കുട്ടികൾ നന്നാവും എന്ന് വിചാരിക്കരുത്. നമ്മൾ നന്നാകാതെ നമ്മളെ കുട്ടികൾ നന്നാവൂല. ഞാൻ നീട്ടുന്നില്ല ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ. നമ്മൾ നന്നാകാതെ നമ്മളെ കുട്ടികൾ നന്നാവൂല. നമ്മൾ നന്നാവണം. നമ്മൾ നന്നായാലേ കുട്ടികൾ നന്നാവൂ. അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ നന്നാകാതെ കുട്ടികൾ നന്നാവുമെന്ന് വിചാരിക്കരുത്. നമ്മൾ നന്നാവണം. നമ്മൾ ദുനിയാവിന്റെ വലിയ പ്രതീക്ഷ വെച്ച് നടക്കരുത്.
എന്നാ ഇവിടെ അള്ളാഹു തആല ഖൈറിനെ തരട്ടെ, അള്ളാഹു തആല ഖൈറിനെ തരട്ടെ. പക്ഷെ ഇത് നമ്മളെ നാടല്ല, ഇത് നമ്മളെ ദേശമല്ല. നമ്മളെ ദേശം സ്വർഗാണ്, നമ്മളെ ദേശം അള്ളാഹുവിന്റെ പൊരുത്താണ്. അതെവിടെ കൊണ്ടുവച്ചാലും അവിടെ നമ്മളെ പൊരുത്താണ്. അള്ളാഹുവിൽ പൊരുത്തപ്പെടണം. അത് സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, വേനലുണ്ടാവും, വർഷം ഉണ്ടാവും, ഇടി ഉണ്ടാവും, മഴ ഉണ്ടാവും, കാറ്റുണ്ടാവും, ഒക്കെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ചിന്തിക്ക്, പലതും പലതും കൊണ്ടും ദുഃഖം ഉണ്ടാവും. അതൊക്കെ അങ്ങനെയല്ലേ. 30 ദിവസം നോമ്പോറ്റ് പിന്നെ പെരുന്നാളിനന്ന് രാവിലെ തലേന്നാണ് തുടങ്ങിയ മഴ. നമ്മൾ കുടയും ചൂടി കുട്ടികളെയും കൊണ്ട് നടന്ന് പള്ളിയിൽ പോകുമ്പോഴും മഴ. പുതിയ കുപ്പായിട്ടു, തുണിയിട്ടു, അതെടുത്ത് പോയി, ആകെ ചളി തെറിച്ചു, മഴ. നിബാദത്ത് 30 ദിവസം നോമ്പ് വെച്ച് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കിട്ടിയ ലാഭമാണ് ഇപ്പൊ ഈ മഴയത്തുള്ള ഒരു പെരുന്നാള്. അതങ്ങനെയാണ് അന്നത്തെ സുഖം, അങ്ങനെയാണ്. അത് അള്ളാഹിന്റെ പൊരുത്തം അങ്ങനെയാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇന്ന് മഴ ആയതുകൊണ്ട് ഞാൻ പെരുന്നാൾ നിസ്കരിക്കാൻ പോണില്ല, ഞാൻ അള്ളാഹിനോട് സമരത്തിലാണ്. അതിലെന്ത് മൈനുള്ളു? അപ്പൊ എന്ത് സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, നേട്ടം ഉണ്ടാവും, കോട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. രോഗമുണ്ടാവും, ആരോഗ്യമുണ്ടാവും, അങ്ങനെയൊക്കെ വരും. രോഗമുണ്ടാകും, ആരോഗ്യമുണ്ടാവും, പ്രയാസമുണ്ടാവും, ദുഃഖമുണ്ടാവും, സന്തോഷമുണ്ടാകും, സന്താപമുണ്ടാകും. ചിന്തിക്ക്, മുത്തുനബി വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാമത്തെ മാസത്തിൽ കരഞ്ഞ് മരിച്ചു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ചിന്തിക്ക്. പിന്നെ ഖബറിന്റെ അടുത്ത് നിന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു പാട്ട് പാടി, ഫഇന്ന ഫിറാഖി ഫാത്തിമ ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദുമ ഖലീലു. ഇവിടെ ഒന്നും നിലനിൽക്കുകയില്ല, ഇവിടെ ഒരു ബന്ധം നിലനിൽക്കുകയില്ല, ഇവിടെ ഒരു കൂട്ടുബന്ധം നിലനിൽക്കുകയില്ല. ഇവിടെ വലിയതായാൽ ഒരു ദിവസത്തെ വലുതാകൽ, ഇവിടുത്തെ ചെറുതാകലിന് നഷ്ടമല്ല, ഇവിടെ വലുതാകലിന് ലാഭമില്ല. ഇവിടെ സുൽത്താനായാൽ ഏക്ക് ദിൻ കാ സുൽത്താൻ, ഇവിടെ ഫക്കീറായാൽ ഏക്ക് ദിൻ കാ ഫക്കീർ. അത്രേ ഉള്ളൂ, രണ്ടിനും കണക്കില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഏത് ചെറിയോനെ അള്ളാഹ് വലുതാക്കും, ഏത് വലിയോനെ അള്ളാഹ് ചെറുതാക്കും. ഇവിടൊക്കെ അള്ളാഹിന്റെ ഉത്തരവാദിത്തമാണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ചിന്തിക്കണം. 10 ഏട്ടന്മാര് കൂട്ടിയിട്ട് ഒരു കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട്, ആ കുട്ടി കാല് പിടിച്ച് നിങ്ങൾ പൊട്ടക്കിണറ്റിലിടരുത്, തട്ടി പൊട്ടക്കിണറ്റിൽ വീണ്. പിന്നെ അവരെന്ത് ചെയ്ത്? ആ കുട്ടിയുടെ വസ്ത്രം അഴിപ്പിച്ചിട്ടാണ് പൊട്ടക്കിണറ്റിലിട്ടത്. പൊട്ടക്കിണറ്റിലേക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് കുട്ടിയെ സംരക്ഷിച്ച്. ഈ വസ്ത്രത്തിൽ അവർ എന്ത് ചെയ്ത്? ആടിന്റെ ചോരയാക്കി ചെന്നായ കടിച്ചു എന്ന തെളിവും കൊണ്ടുപോയി. ആപ്പ കരിഞ്ഞ് 40 കൊല്ലം. പിന്നെ ദാരിദ്ര്യം വന്നു, പട്ടിണി, രാവും പകലും പട്ടിണി. അപ്പോഴത്തിന് കുട്ടികള് പേരമക്കളായിട്ട് പുരയിൽ നിറച്ച് 1072 പേരക്കുട്ടികള്, 10 ആൺമക്കള്, ബിന്യാമിൻ വേറെ, ബിന്യാമിനും മക്കള്, 11 മക്കളും പേരമക്കളും. പട്ടിണി. അവസാനം ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ മിസ്രിലൊരു രാജാവ് റേഷൻ കൊടുക്കേണ്ടത് കേൾക്കുന്നുണ്ട്, ഞങ്ങളൊന്ന് പോട്ടെ. അങ്ങനെ പറഞ്ഞയച്ച് മിസ്ർ ചെന്നപ്പോണ്ട് രാജാവിൻ്റെ അടുത്ത് അതിനേക്കാൾ ചുറുക്കിലൊരാളിങ്ങനെ ഇരിക്കണ്, ഭയങ്കര ഒരാള്. സ്വർണത്തിന്റെ കട്ടിലും അങ്ങനെ ഇരിക്കുക. അലൈഹി താജും മിൻ ദഹബിൻ, സ്വർണത്തിന്റെ ഒരു കിരീടം വെച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ പറഞ്ഞത് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി രാജാവ് മുണ്ടാതെ തല തൂക്കിയിട്ടിരിക്കുക. ഇയാളാണ് എല്ലാ കാര്യം നടത്തുന്നത്, വലിയ ആള്, ഭയങ്കര ആള്. ഇവരാ മനുഷ്യന്റെ ചൊറുക്കേണ്ട ഇങ്ങനെ മേപ്പെട്ട് നോക്കി. ആളെ മുഖത്താണ് സൂര്യൻ ഉദിച്ചെന്ന് തോന്നും. ആ ജാതി ചൊറുക്ക്. റേഷന് ഞങ്ങൾ റേഷൻ വാങ്ങാൻ മറന്നുപോയി ഈ മനുഷ്യന്റെ ചൊറുക്ക് കണ്ടിട്ട്. അവസാനം അയാൾ വിളിപ്പിച്ച്, നിങ്ങളെവിടുന്നാ? ഞങ്ങളിങ്ങനെ കന്നാന്ന് വരികയാണ്. എന്തേ? കുടുങ്ങിയിട്ട് വന്നതാണ്. ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഞങ്ങൾക്ക് റേഷൻ തരേണ്ട ബാധ്യതയൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ കുടുങ്ങിയിട്ട് വന്നതാണ്, പട്ടിണി കൊണ്ട് വന്നതാണ്. ഞങ്ങളെ ബാപ്പ ഒരു നബിയാണ്. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 10 മക്കളാ. 10 ഉള്ളൂ? അല്ല, ഒരു മകനും കൂടി ഉണ്ട്,
ഓനെവിടെ ബാപ്പാൻ്റെ അടുത്ത് നോക്കും. ബാപ്പാക്ക് ഓനെ ഭയങ്കര ഇഷ്ടമാണ്. 11 ഉള്ളൂ. പണ്ടൊരു മകൻ ഉണ്ടായിരുന്നു, ഓനെ ചെന്നായ പിടിച്ചിരുന്നു. അങ്ങനെ എന്നാ ഇന്ന് പോണ്ട, ഇത്ര ദൂരം വന്നവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിശ്രമിച്ചു പോകാം. 10 ആക്കും. അവർ ജീവിതത്തിൽ കഴിക്കാത്ത ഭക്ഷണം വെച്ചു കൊടുക്കാൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ച് നല്ല മുറി കൊടുത്ത് രാജസദ്യ കഴിച്ച് രാജാവിൻ്റെ ഒപ്പം എൻ്റെ കൊട്ടാരത്തിൽ കടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ചാക്ക് നിറച്ചിട്ട് സാധനം നിറച്ച് ഒട്ടകപ്പുറത്ത് വെച്ചു കൊടുത്ത് ഇവർ പിന്നെ 1 മാസത്തെ വൈദൂരണ്ട് കനാൻ നാട്ടിലേക്ക്. ഈ യാത്ര മുഴുവനും ഈ മഹാന്റെ വൽപ്പത്തനം പറഞ്ഞ അങ്ങനെ പോയി. എന്തൊരു ചൊറുക്ക്, എന്തൊരു ഔദാര്യം. പൊരേ ചെന്ന് ചാക്കിന്റെ കെട്ടേച്ച് നോക്കുമ്പോ പൈസ മുഴുവൻ ചാക്കിൽ തന്നെ ഉണ്ട്, പൈസ എടുത്തിട്ടില്ല. മനസ്സിലായോ പറഞ്ഞത്? പക്ഷെ പോയപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത്? നിങ്ങളെ മറ്റേ അനുജനം തങ്ങൾ കൊണ്ടുവരാത്ത? ഓനെ ബാപ്പാക്ക് വലിയ ഇഷ്ടം. നിങ്ങൾ തന്നെ വലിയ മഹാന്മാരാണ്. നിങ്ങളെ അനുജനായ ആളെ ബാപ്പാക്ക് വലിയ ഇഷ്ടമാണെങ്കിൽ അവൻ എത്ര വലിയ മഹാനായിരിക്കും. അപ്പൊ അവനെ കാണാൻ എനിക്കും ഉണ്ടല്ലോ ഒരു പൂതി. അടുത്ത തവണ വരുമ്പോ അവനും കൂട്ടി വരണം. ഇല്ലെങ്കിൽ രാജകൽപ്പനയാണ്, ശിക്ഷ ഉണ്ടാവും. ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാ പോയി പറഞ്ഞു ബിന്യാമിനെ പറഞ്ഞേക്കണം, രാജകൽപ്പനയാണ്. വമ്പൻ സമ്പത്ത് കിട്ടാൻ പോവാണ് ബിന്യാമിനെ കൊണ്ട്. എന്നാൽ ഇല്ലെങ്കിലോ രാജകൽപ്പനയാണ്, ശിക്ഷ ഉണ്ടാവും. ഭർത്താനം പറഞ്ഞു, ഇല്ലല്ല ഞങ്ങളിൻ്റെ കുട്ടീനെ കൊല്ലും, ഞാൻ പറഞ്ഞയച്ചില്ല. അല്ല അങ്ങോട്ട് ഇങ്ങോട്ട്. അവസാനം മൂട്ടക്കാക്ക കുറച്ചൊരു മനുഷ്യപ്പറ്റുള്ള കാക്കയാണ് യഹൂദ പറഞ്ഞ്, ബാപ്പ ഞാൻ ഒപ്പിട്ടുതരാം, ഞാൻ തിരിച്ചു, ഞാൻ എൻ്റെ ജീവനുണ്ടെങ്കിൽ അവനെ മടങ്ങിക്കൊണ്ടില്ലെങ്കിൽ ഞാൻ മടങ്ങി വരൂല. ഉറപ്പ് ഞാൻ പോയി. അങ്ങനെ 11 വന്ന് റേഷന് വന്ന് രാജകൊട്ടാരത്തിൽ വിരുന്ന് കഴിച്ച് ഇവർ വന്നപ്പോ പിന്നെ വേറെ ഒരാളോടും വർത്താനം പറയണില്ല. രാജാവും ഇയാൾ വലിയ വർത്താനം. പിന്നാലായ ഭക്ഷണം കഴിച്ചപ്പോ ഈ രണ്ടാൾക്ക് മുറി കൊടുത്ത്. പിന്നെ ബിന്യാമി മാത്രം ബാക്കിയായി. ബിന്യാമിനെ കൂട്ടപ്പോൾ ആരും തയ്യാറായില്ല. അപ്പൊ വേറെ മാന്റെ മകനാ. എന്നാ പിന്നെ രണ്ടാൾക്കൊരു മുറി, എൻ്റെ ഒപ്പം കിടന്നോട്ടെ. അങ്ങനെ രാജാവിന്റെ മുറിയിൽ ഉറങ്ങി. അന്ന് ബിന്യാമീൻ വാതിലടച്ചപ്പോ പറഞ്ഞ്, എനിക്ക് എന്നെ അറിയോന്ന് ചോദിച്ചു. മനസ്സിലായോ പറഞ്ഞത്? ഞാനാണ്, എന്റെ സഹോദരൻ യൂസുഫാണ് ഞാന്. നാളെ രാവിലെ നീ പോകാതിരിക്കാൻ ഞാനൊരു വിളവെടുക്കും. പിറ്റേന്ന് രാവിലെ ചരക്ക് കൊടുത്തപ്പോൾ കൂട്ടത്തിൽ എന്ത് ചെയ്ത്? രാജാവിന്റെ സ്വർണത്തിന്റെ അളവ് പാത്രം ബിന്യാമിന്റെ ചാക്കിലിട്ട്. യാത്രാ സംഘം പുറപ്പെട്ടപ്പോൾ പിന്നീട് ഉദ്യോഗസ്ഥന്മാർ വന്ന് വിളിച്ച്, രാജാവിന്റെ അളവ് പാത്രം കാണാനില്ല, സ്വർണത്തിന്റെ അളവ് പാത്രമാണ്. അപ്പോഴത്തിന് യൂസുഫ് അലൈഹിസ്സലാം തപ്പാൻ വേണ്ടി മെനക്കെട്ടപ്പോൾ ഉദ്യോഗസ്ഥന്മാർ തപ്പണം എന്ന് പറഞ്ഞു. അപ്പം യൂസുഫ് നബി പറഞ്ഞ്, ഇവരങ്ങനെ വെക്കൊന്നുമില്ല, കള്ളന്മാരൊന്നുമല്ല. അപ്പോ ഇവർക്ക് ഒരു ഭാഷ, തപ്പട്ടെ. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് അഭിപ്രായം, നിങ്ങൾ എതിര് പറയണ്ട, തപ്പിക്കോട്ടെ, ഞങ്ങൾ നബിയുടെ മക്കളാണ്. അങ്ങനെ മൂത്ത കാക്കാൻ്റെ തപ്പി ഇല്ല, രണ്ടാമത്തെ കാക്കാൻ്റെ തപ്പി ഇല്ല, മൂന്നാമത്തെ ഇല്ല, 4 ഇല്ല, 5, 6, 7, 8, 9, 10 ആൾക്കും തപ്പി ബിന്യാമിന്റെ ചാക്ക് ബാക്കിയാക്കി. അപ്പോൾ യൂസുഫ് പറഞ്ഞേ, നീ അതായത് തപ്പണ്ട. അപ്പൊ പറഞ്ഞേ, അത് തപ്പണം. അങ്ങനെ ഒരാൾക്കായിട്ട് തപ്പാക്കാൻ പറ്റൂല, തപ്പിക്കോളി, ഞങ്ങൾ നബിമാരെ മക്കളാണ്, നബിന്റെ മക്കളാണ്. തപ്പഴത്തിന് രാജാവിന്റെ സ്വർണ്ണ പാത്രം. അപ്പോൾ 10 ആൾ പറഞ്ഞ്, ഓൻ കട്ടേന് അത്ഭുതമൊന്നുമില്ല രാജാവേ, ഇവന്റെ റിക്കാക്കണ്ടതിന് പെരുങ്കള്ളനായതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതാ. പെരുങ്കള. അപ്പൊ ഒരു ഉള്ളാലെ ചിരിച്ച്, കാക്കപ്പി തപ്പിയ ഇവന്റെ റിക്കാക്കണ്ടായിരുന്നത് വേറെമാരെ മക്കളാ, ഞങ്ങളമ്മാരെ മക്കളാക്കൂല. ഇവന്റെ റിക്കാക്കണ്ടായിരുന്നു പെരുങ്കള്ളനായതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതാ. ചെന്നായി പിടിച്ചൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, മോനെ ഞങ്ങൾ ഒഴിവാക്കിയതാണ്, പെരുങ്കള്ളനായിരുന്നു. അറസ്റ്റ് ചെയ്ത് ബിന്യാമീനെ. പിന്നെയും കുറെ കാലം കഴിഞ്ഞ് പിന്നെ റേഷൻ വന്നപ്പോൾ പറഞ്ഞേ, ഞങ്ങൾ കുടുങ്ങിയിട്ട് വന്നതാണ്, ഞങ്ങൾ ഇളിഞ്ഞുകൊണ്ടാണ് വരുന്നത്, ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഒരു അർഹതയില്ല. എന്തുകൊണ്ട്? ഞങ്ങളെ ഒരു അനുജൻ ഇവിടെ ജയിലിൽ കിടക്കുന്നുണ്ട് കട്ട കേസിൽ, പിന്നെ ഞങ്ങളിവിടെ വരാൻ പാടുണ്ടോ? പക്ഷേ ദാരിദ്ര്യം കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്ന നാണയം വരെ ചാപ്പയില്ലാത്ത നാണയങ്ങളാണ്, ദുർബല നാണയങ്ങളാണ്, വിലയില്ലാത്തതാണ്.
പിന്നെയോ അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കരുത്. കൈല ഞങ്ങൾ നാണയം നോക്കിയിട്ടോ ഞങ്ങൾ അനുജന്റെ കള്ളത്തരം നോക്കിയിട്ടോ ഞങ്ങൾക്ക് അളക്കരുത്. ഞങ്ങൾക്ക് നന്നായി അളക്കി തരണം, അളന്നു തരണം. ഞങ്ങൾക്ക് കുറച്ച് സദഖയും തരണം. ഇന്നല്ലാഹ യജ്സിൽ മുത്തസദ്ദിഖീൻ. സദഖ കൊടുക്കണോർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നതാണ്. ഒരു വയലും നല്ലൊരു വയലും ഇങ്ങനെ കേട്ട് ബഹുമാനപ്പെട്ട സയ്യിദ്നാ യൂസുഫ് അള്ളാഹിനെ പറ്റി വയലും അറിയാൻ പറ്റിയ ആളുകളാ. അള്ളാഹാണ് എന്നെ നിങ്ങൾ കുഴിയിലിടരുതേ കിണറ്റിലിടരുതേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ പേര് കേട്ടിട്ടും ഞാൻ പിടിച്ച് തള്ളിയോരാ. അപ്പോൾ ചോദിച്ച് ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വഅഖീദിഹി ഇദ് അൻതും ജാഹിലൂൻ. നിങ്ങൾ യൂസുഫിനെ അറിവില്ലാത്ത കാലത്ത് വല്ലതും ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ച് ഇന്നക അൻത യൂസുഫ് ഖാല അന യൂസുഫ് വഹദാ അഖി ഖദ് മന്നല്ലാഹു അലൈനാ. അതിന്റെ ബാക്കി പറയാനാണ് ഇപ്പൊ ഈ പറഞ്ഞൊക്കെ. അതിന്റെ ബാക്കിയായ ആയത്ത് പറയാനാണ് ഇതൊക്കെ അവിടെ പറഞ്ഞത്. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. അതാണ് ഇപ്പൊ ഇവിടെ പറയേണ്ട വർത്താനം. പിന്നത്തെ പറഞ്ഞ് ആരും പേടിക്കണ്ട. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ. ആര് പടച്ചോനെ സൂക്ഷിച്ച് ക്ഷമിച്ച് നിലകൊണ്ടോ ഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. നല്ലവരെ ഒരു കർമ്മവും അല്ലാഹു പാഴാക്കി കളയുകയില്ല. ആ നല്ലവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഭൗതികവാദികൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഭൗതികവാദികൾ പ്രസംഗിക്കും പോലെ പ്രസംഗിക്കാൻ പാടില്ല. നമ്മൾ അസ്ബാബ് ചെയ്യും. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സമരം സമരം ചെയ്യും. പക്ഷെ സമരം നമ്മുടെ മർമ്മമല്ല. നമ്മളെ മർമ്മം റബ്ബിന്റെ ഇടപെടലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സമരം ചെയ്യണം. ഒക്കെ ചെയ്യണം. നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ മാർഗങ്ങളിൽ സമരം ചെയ്തിരിക്കണം. ഒക്കെ ചെയ്യണമെങ്കിലും ആത്യന്തികമായ ഇടപെടേണ്ടത് ആരാണ്? അല്ലാഹ്. അതിന് നമ്മൾ ആരെ സൂക്ഷിക്കണം? ആരെ സൂക്ഷിക്കണം? അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹറാമായ മുതൽ ഒഴിവാക്കണം. പടച്ചമ്പുരാനെ പേടിക്കണം. നമ്മളെ കുട്ടികൾക്ക് നല്ലത് പഠിപ്പിക്കണം. നാട്ടപ്പാതിരൊക്കെ പന്ത് കളിക്കണ പടിയാണ് മലബാറിലെ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ളത്. നിങ്ങളിപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കിയാൽ മോട്ടോർ സൈക്കിൾ എടുത്ത് നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ എത്രയോ സ്ഥലത്ത് നമ്മുടെ ചെറുപ്പക്കാർ പന്ത് കളിക്കുന്നുണ്ടാവും. പറഞ്ഞ മനസ്സിലാവണില്ലേ? ഇല്ലേ ചിന്തിക്ക്. നമ്മൾ കുറച്ച് വയസ്സന്മാരും കുറച്ച് മൂല്യന്മാരും എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ കുറച്ച് വയസ്സന്മാരും മൂല്യന്മാരും വയൽ നടത്തും. മറ്റൊരു രാത്രി 1 മണി 2 മണി 3 മണി പന്ത് കളിക്കും. വലിയക്കാരും പന്ത് കളിക്കും. എന്നിട്ട് ഈ മക്കളെ പന്ത് കളിക്കാൻ പറഞ്ഞാൽ തന്തയും തള്ളിയും വയലിന് വരും. ചോര നീരുള്ള പന്ത് കളിക്കാൻ പോകും. ചോര നീരൊക്കെ കഴിഞ്ഞ ബാക്കിയുള്ള കുറച്ച് കുറിഞ്ചാത്തിന് പോലും പറ്റാത്ത കുറച്ച് സൈസ് വയലിനും വരും. അങ്ങനെ ഉണ്ടല്ലോ. കുറിഞ്ചാത്തിന് കിട്ടിയാലും ഒന്നും വലിച്ചെടുക്കാൻ മാത്രമില്ലാത്ത കുറച്ച് വയസ്സെത്തി വയലിന് വരും. ചെറുപ്പക്കാർക്ക് ആ നേരത്തെ പന്ത് കളിക്കാൻ പോകും. എന്നിട്ട് നമ്മൾ വയലൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വയറുക്കും. പഠിച്ചോനെ എൻ്റെ റാമത്തെ ഇറങ്ങൂല. എന്തുകൊണ്ട്? ചോരയുള്ള നീരുള്ളവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണില്ല. എന്നാ അവരൊരു കുറ്റം ചെയ്താൽ ഓന് നമ്മൾ മര്യാദയ്ക്ക് ഒന്ന് നിൽക്കടാ, ഈ ജാതി കുതിര വിടാനാണെങ്കിൽ ജിന്റെ പൊരയ്ക്ക് കയറി വരരുത് എന്ന് മക്കളോട് പറയാനുള്ള തൻ്റെ ഇടം തന്തക്കും തള്ളക്കും ഇല്ല. എന്തുകൊണ്ട്? റസാക്ക് ഈ മക്കളാണെന്നാണ് തന്തയും തള്ളി വിചാരിക്കുന്നത്. അല്ല, ഈ ഗൾഫ് പോയി പൈസ ഉണ്ടാക്കണ ഈ ജാതി ഹമുക്കുകളാണ് നമ്മളെ റസാക്ക് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അള്ളാഹിന്റെ ഇടപെടൽ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.